all to another video of business regulation. Today we are going to discuss about Sale of Goods Act 1930. The points we are going to discuss in this videos are: Hi students, welcome you all to another video of business regulation. Today we are going to discuss about Sale of Goods Act 1930. The points we are going to discuss in this video are essential features of contract of sale. Contract of sale എന്താണ് അതിൻ്റെ essential features, subject matter of contract of sale, sale and agreement to sell, sale and hire purchase, sale and bailment, sale and mortgage. ഇവയൊക്കെ തമ്മിലുള്ള വ്യത്യാസങ്ങൾ, ഡിഫറൻസസ്, then documents of title to goods, then earnest of money. ഇത്രയും പോയിന്റ്സ് ആണ് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൻ്റെ മുമ്പത്തെ വീഡിയോസിൻ്റെ എല്ലാ ലിങ്കുകളും ആസ് യൂഷ്വൽ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് നൽകിയിട്ടുണ്ട്. ചാനലിൻ്റെ പ്ലേലിസ്റ്റ് ടാപ്പ് ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് അവയെല്ലാം ലഭിക്കും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ആദ്യം നമുക്ക് ഈ ഒരു സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് 1930 came into effect from July 1st, 1930. 1930 ജൂലൈ 1st ഇപ്പോഴത്തെ നമ്മുടെ ഈ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് 1930 നിലവിൽ വന്നത്. ഇറ്റ് കണ്ടെയ്ൻ സർട്ടൻ പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു സെയിൽ ഓഫ് മൂവബിൾ പ്രോപ്പർട്ടി. മൂവ് ചെയ്യുന്ന പ്രോപ്പർട്ടി, മൂവബിൾ പ്രോപ്പർട്ടീസിൻ്റെ സെയിലുമായി ബന്ധപ്പെട്ട പ്രൊവിഷൻസ് മാത്രമാണ് ആക്ടിനകത്ത് വരുന്നത്. സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് ഡസൻറ്റ് അപ്ലൈ ടു ഇമ്മൂവബിൾസ്. ഇമ്മൂവബിൾ പ്രോപ്പർട്ടീനെ സംബന്ധിച്ചിടത്തോളം ഉള്ള പ്രൊവിഷൻസ് ഇതിനകത്ത് വരുന്നില്ല. The contract of sale of goods is the most important common contract. Contract of sale ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന ഒരു കോൺട്രാക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ എ നോളജ് ഓഫ് ഇറ്റ്സ് മെയിൻ പ്രിൻസിപ്പിൾ ഈസ് ഓഫ് അറ്റ്മോസ്റ്റ് ഇമ്പോർട്ടൻസ് ടു ഓൾ ക്ലാസ് ഓഫ് ദ കമ്മ്യൂണിറ്റി. കമ്മ്യൂണിറ്റിയിലെ എല്ലാത്തരം ആളുകൾക്കും അതിൻ്റെ പ്രിൻസിപ്പിൾസ് അറിയുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ എന്താണ് കോൺട്രാക്റ്റ് ഓഫ് സെയിൽ എന്നുള്ളതിൻ്റെ ഡെഫിനേഷൻ ഒന്ന് നമുക്ക് നോക്കാം. അക്കോർഡിംഗ് ടു സെക്ഷൻ 4 ഓഫ് ദി സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട്, a contract of sale of goods is a contract whereby the seller transfer or agrees to transfer the property in goods to the buyer for a price. Contract of sale of goods എന്ന് പറയുന്നത് ഒരു കോൺട്രാക്റ്റ് ആണ്. അവിടെ സെല്ലർ എന്ത് ചെയ്യുന്നു, ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്, ഓർ എഗ്രീസ് ടു ട്രാൻസ്ഫർ ചെയ്യാമെന്ന് സമ്മതിക്കലാവാം, രണ്ടിലൊന്നാവാം. ദ പ്രോപ്പർട്ടി ഇൻ ഗുഡ്സ്, ഗുഡ്സിലുള്ള ഓണർഷിപ്പ് ടു ദ ബയ്യർ ഫോർ എ പ്രൈസ്. സെല്ലർ ബയ്യർക്ക് ഒരു പ്രൈസ് പകരം വാങ്ങിച്ചിട്ട് ഗുഡ്സിലുള്ള ഓണർഷിപ്പ്, പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യുകയോ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാമെന്ന് സമ്മതിക്കുകയോ ചെയ്യുന്ന കോൺട്രാക്റ്റാണ് കോൺട്രാക്റ്റ് ഓഫ് സെയിൽ ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ രണ്ട് പാർട്ടി ഉണ്ട്, സെല്ലർ ഉണ്ട്, ബയ്യർ ഉണ്ട് അല്ലേ. ഒരു പ്രൈസിനാണ്, അതായത് ഒരു കൺസിഡറേഷൻ ഉണ്ട്. ദെൻ അവിടെ ഗുഡ്സ് ഉണ്ട്, അത് മൂവബിൾ ഗുഡ്സ് ആണ് നമ്മൾ ഇവിടുന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. ദെൻ അതിൻ്റെ ഓണർഷിപ്പ് പ്രോപ്പർട്ടിയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അത് ട്രാൻസ്ഫർ ചെയ്യലാവാം അല്ലെങ്കിൽ എഗ്രീസ് ടു ട്രാൻസ്ഫർ ആവാം. ഇത്രയും കാര്യങ്ങൾ അടങ്ങുന്ന ഒരു കോൺട്രാക്റ്റാണ് നമ്മുടെ ഈ സെയിൽ ഓഫ് കോൺട്രാക്റ്റ് ഓഫ് സെയിൽ ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നത്. ദെൻ എസെൻഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് കോൺട്രാക്റ്റ് ഓഫ് സെയിൽ. കുറേ കാര്യങ്ങൾ ഞാൻ ആ ഒരു ഒറ്റ ഡെഫിനിഷന്മേൽ തന്നെ നന്നായിട്ട് പറഞ്ഞു തന്നു നിങ്ങൾക്ക്. എന്തൊക്കെയാണെന്ന് നോക്കാം. 2 പാർട്ടീസ്, രണ്ട് പാർട്ടീസ് ഉണ്ടായിരിക്കും അല്ലേ. ബയ്യർ ഉണ്ടായിരിക്കും, സെല്ലർ ഉണ്ടായിരിക്കും. ബയ്യർ മീൻസ് എ പേഴ്സൺ ഹൂ ബൈസ് ഓർ എഗ്രീസ് ടു ബൈ ഗുഡ്സ്. ഗുഡ്സ് വാങ്ങിക്കുകയോ അല്ലെങ്കിൽ വാങ്ങിക്കാമെന്ന് പറയുന്ന സമ്മതിക്കുകയോ ചെയ്യുന്ന ആളെയാണ് നമ്മൾ ബയ്യർ എന്ന് പറയാം. സെല്ലർ മീൻസ് എ പേഴ്സൺ ഹൂ സെൽസ് ഓർ എഗ്രീസ് ടു സെൽ ഗുഡ്സ്. ഗുഡ്സ് വിൽക്കുകയോ അല്ലെങ്കിൽ വിൽക്കാമെന്ന് പറയുകയോ ചെയ്യുന്ന ആളാണ് സെല്ലർ. അപ്പം ബിക്കോസ് എ പേഴ്സൺ കനോട്ട് ബൈ ഹിസ് ഓൺ ഗുഡ്സ്, ഒരാൾക്ക് സ്വന്തം ഗുഡ്സ് എന്ത് ചെയ്യാൻ പറ്റില്ല, വാങ്ങാൻ പറ്റില്ല അല്ലേ. അപ്പോൾ ഒരു സെല്ലർ ഉണ്ടാവുക എന്നുള്ളതും ഒരു ബയ്യർ ഉണ്ടാവുക എന്നുള്ളതും മസ്റ്റാണ്. Therefore the seller and buyer must be different person. രണ്ടുപേരും വ്യത്യസ്ത ആളുകൾ തന്നെ ആയിരിക്കണം. അപ്പോൾ ഒരാൾ വിൽക്കാൻ തയ്യാറാവണം, ഒരാൾ വാങ്ങാനും തയ്യാറാവണം എന്നുള്ളതാണ്. ദെൻ രണ്ടാമത് അത് കോൺട്രാക്റ്റ് ആണ്. ഒരു കോൺട്രാക്റ്റിന് വേണ്ട എല്ലാ വാലിഡ് എസെൻഷ്യൽ ഐറ്റംസ് എന്തൊക്കെയാണോ അതെല്ലാം ഫുൾഫിൽ ചെയ്തിരിക്കണം. നമ്മുടെ കോൺട്രാക്റ്റ് ഓഫ് സെയിലും കൂടെ ഫുൾഫിൽ ചെയ്തിട്ടുണ്ടാവണം. ദെൻ മൂവബിൾ ഗുഡ്സ് മാത്രമാണ് വരുന്നത്. ദ ഗുഡ്സ് which form the subject matter of the contract of sale is the movable goods. നമ്മുടെ കോൺട്രാക്റ്റ് സബ്ജക്റ്റ് മാറ്റർ ആയിട്ട് വരുന്ന ഗുഡ്സ് എന്ന് പറയുന്നത് മൂവബിൾ ഗുഡ്സ് മാത്രമാണ്. സെയിൽ ഇമ്മൂവബിൾ പ്രോപ്പർട്ടിൻ്റെ സെയിൽസും പർച്ചേസും കവർ ചെയ്യുന്നത് ഏത് ആക്ട് പ്രകാരമാണ്? അണ്ടർ ദി ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് 1882. ദെൻ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി മറ്റൊരു ഫീച്ചറാണ്. Transfer of property in the goods from the seller to the buyer is the most important element in
കോൺട്രാക്ട് ഫോർ ദ സെയിൽ ഓഫ് ഗുഡ്സ്. ഈ ഒരു കോൺട്രാക്ട് ഓഫ് സെയിലിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട എലമെൻ്റ് എന്ന് പറയുന്നത് സെല്ലറിൽ നിന്നും ബയ്യറിലേക്ക് എന്ത് ട്രാൻസ്ഫർ ചെയ്യപ്പെടും? ഗുഡ്സിൻ്റെ പ്രോപ്പർട്ടി, അതായത് അതിൻ്റെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. അല്ലാതെ പൊസഷൻ മാത്രമല്ല കൈമാറുന്നത്. പ്രോപ്പർട്ടി ഹിയർ മീൻസ് ഓണർഷിപ്പ് ഓർ ടൈറ്റിൽ ഓഫ് ദ ഗുഡ്സ് ആൻഡ് ദെയർ മസ്റ്റ് ബി ആൻ അബ്സല്യൂട്ട് ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് ഇൻ കോൺട്രാക്ട് ഓഫ് സെയിൽ ഓഫ് ഗുഡ്സ്. ഇവിടെ മസ്റ്റ് എന്നുണ്ട്. നമ്മൾ അവിടെ പ്രോപ്പർട്ടി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓണർഷിപ്പ് അല്ലെങ്കിൽ ഗുഡ്സിൻ്റെ ഉടമസ്ഥാവകാശമാണ്. അതിൻ്റെ അബ്സല്യൂട്ട് ആയിട്ടുള്ള ട്രാൻസ്ഫർ, അതിൻ്റെ യഥാർത്ഥ ട്രാൻസ്ഫർ നടന്നിട്ടുണ്ടായിരിക്കണം ഇത്തരം ഒരു കോൺട്രാക്റ്റിൽ. ജസ്റ്റ് ട്രാൻസ്ഫർ ചെയ്യാന്നതിന് നോഷണൽ ആയിട്ടുള്ളൊരു ട്രാൻസ്ഫർ ആയാൽ പോരാ. ദെൻ പ്രൈസ്. പ്രൈസ് മീൻസ് മണി കൺസിഡറേഷൻ ഫോർ സെയിൽ ഓഫ് ഗുഡ്സ്. അല്ല, ഇവിടെ പണമാണ് നമ്മൾ കൺസിഡറേഷനായിട്ട്, ഗുഡ്സിൻ്റെ സെയിൽസ് നടക്കുമ്പോൾ കൺസിഡറേഷനായിട്ട് കൊടുക്കുന്ന പണമാണ് പ്രൈസ്. ഇൻ എ കോൺട്രറി ഓഫ് സെയിൽ മണി മസ്റ്റ് ബി പെയ്ഡ് ഓർ പ്രോമിസ്ഡ്. അത് പണം നമുക്ക് പേ ചെയ്യാം, അല്ലെങ്കിൽ അത് പേ ചെയ്തോളാം എന്ന് പ്രോമിസ് ചെയ്യലും ആവാം. where there is no money consideration the transaction is not a contract of sale. മണി കൺസിഡറേഷൻ ഇല്ലെങ്കിൽ, പണരൂപത്തിലുള്ളൊരു കൺസിഡറേഷൻ അവിടെ വരുന്നില്ല എങ്കിൽ അത് കോൺട്രാക്ട് ഓഫ് സെയിൽ അല്ല. കോൺട്രാക്ട് ഓഫ് സെയിൽ ഒരു നോർമൽ കോൺട്രാക്റ്റുകളിലെ എല്ലാ ഫോർമാലിറ്റീസും ഫോളോ ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഓഫർ ഉണ്ട്, അക്സെപ്റ്റൻസ് ഉണ്ട്, കൺസിഡറേഷൻ ഉണ്ട്, എല്ലാം ഉണ്ട്. കോൺട്രാക്ട് ഓഫ് സെയിൽ ഈസ് മെയ്ഡ് ബൈ ആൻ ഓഫർ ടു ബൈ ഓർ സെൽ ഗുഡ്സ് ഫോർ എ പ്രൈസ് ആൻഡ് ദ അക്സെപ്റ്റൻസ് ഓഫ് സച്ച് ആൻ ഓഫർ. പിന്നെ ഒരു കോൺട്രാക്റ്റ് മെയ്ഡ് ചെയ്യുമ്പം അതിനകത്ത് അതിൻ്റെ ഡെലിവറി അല്ലെങ്കിൽ പേയ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് അത് ഇമ്മീഡിയറ്റ് ഡെലിവറി ആവാം, ഇമ്മീഡിയറ്റ് ഡെലിവറി ഓഫ് ഗുഡ്സ് ഓർ ഇമ്മീഡിയറ്റ് പേയ്മെൻറ്റ് ഓഫ് പ്രൈസ്. ഡെലിവറി ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യലാവാം, അല്ലെങ്കിൽ പ്രൈസിൻ്റെ പേയ്മെൻറ്റ് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യലാവാം, അല്ലെങ്കിൽ രണ്ടും ഇമ്മീഡിയറ്റ് ആയിട്ട് ഓൺ ടൈമിന് ചെയ്യലാവാം. ഓർ ഡെലിവറി ആൻഡ് പേയ്മെൻറ്റ് ബൈ ഇൻസ്റ്റാൾമെൻറ്റ്. ഡെലിവറി ഓഫ് ഗുഡ്സ് ആണെങ്കിലും പേയ്മെൻറ്റ് ഓഫ് പ്രൈസ് ആണെങ്കിലും ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് ചെയ്യലാവാം. ഓർ ദാറ്റ് ദ ഡെലിവറി ഓർ പേയ്മെൻറ്റ് ഓർ ബോത്ത് ഷാൾ ബി പോസ്റ്റ്പോൺഡ്. അതിൻ്റെ ഗുഡ്സിൻ്റെ ഡെലിവറി ആണെങ്കിലും പ്രൈസ് പേയ്മെൻറ്റ് ആണെങ്കിലും അത് ഒരുമിച്ച് പിന്നീട് പോസ്റ്റ്പോൺഡ് ചെയ്യലാവും. അത് ഫ്യൂച്ചർ ഡേറ്റിൽ തരാം എന്നുള്ള രീതിയിൽ വെക്കലാവാം. അപ്പോൾ ഏത് രൂപത്തിൽ വേണമെങ്കിലും കോൺട്രാക്ട് ഓഫ് സെയിൽ ആകാവുന്നതാണ്. ദെൻ ഫോം. എ കോൺട്രാക്ട് ഓഫ് സെയിൽ മേ ബി ഇൻ റൈറ്റിംഗ് ബൈ വേർഡ് ഓഫ് മൗത്ത് ഓർ മേ ബി ഇംപ്ലൈഡ് ഫ്രം കണ്ടക്ട് ഓഫ് പാർട്ടീസ്. അതായത് എക്സ്പ്രസ് ഫോമിലാവാം അല്ലെങ്കിൽ ഇംപ്ലൈഡ് ഫോമിലാവാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത്രയാണ് നമുക്കതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, എസെൻഷ്യൽ ഫീച്ചേഴ്സ് ആയിട്ട് പറയാനുള്ളത്. ദെൻ സബ്ജക്റ്റ് മാറ്റർ ഓഫ് കോൺട്രാക്ട് ഓഫ് സെയിൽ. കോൺട്രാക്ട് ഓഫ് സെയിലിലെ വിഷയം, കണ്ടന്റ് എന്താണെന്നുള്ളതാണ് സബ്ജക്റ്റ് മാറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സബ്ജക്റ്റ് മാറ്റർ ഈസ് ദ കണ്ടന്റ് ഓഫ് കോൺട്രാക്ട് ഓഫ് സെയിൽ ആൻഡ് ഹിയർ ഗുഡ്സ് ഈസ് സബ്ജക്റ്റ് മാറ്റർ. നമ്മുടെ സബ്ജക്റ്റ് മാറ്റർ എന്ന് പറയുന്നത് ഗുഡ്സ് ആണ്. ഗുഡ്സ് എന്ന് പറയുമ്പം തന്നെ ഏതാ വരിക? ഗുഡ്സ് മീൻസ് എവറി കൈൻഡ് ഓഫ് മൂവബിൾ പ്രോപ്പർട്ടി അതർ ദാൻ ആക്ഷനബിൾ ക്ലെയിംസ് ആൻഡ് മണി. പണമോ അല്ലെങ്കിൽ ആക്ഷനബിൾ ക്ലെയിംസോ ഒഴികെയുള്ള മൂവബിൾ പ്രോപ്പർട്ടീസ് ആയിട്ടുള്ള എന്തും ആണ് നമ്മളിവിടെ ഗുഡ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പം മൂവബിൾ എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഏത് ഇതിനകത്ത് വരില്ല? ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസ് ഇതിനകത്ത് വരില്ല. ദെൻ എന്തൊക്കെയാണ് മൂവബിൾ പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ വരാൻ നോക്കാം. ഇറ്റ് ഇൻക്ലൂഡ്സ് സ്റ്റോക്ക് ആൻഡ് ഷെയർസ്, ഗ്രോയിങ് ക്രോപ്സ്, എന്തെങ്കിലും വിളകൾ അല്ലേ, ഇപ്പം നെല്ല്, അരി, അങ്ങനെ ഉള്ള ഐറ്റംസ്. ദെൻ ഗ്രാസ് ആൻഡ് തിങ്സ് അറ്റാച്ച്ഡ് ടു ഓർ ഫോമിങ് പാർട്ട് ഓഫ് ലാൻഡ്, ലാൻഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒക്കെ വരാം. ആക്ഷനബിൾ ക്ലെയിംസ് ആൻഡ് മണി ആർ നോട്ട് ഗുഡ്സ്. ഇവിടെ പറഞ്ഞു ആക്ഷനബിൾ ക്ലെയിംസും മണി അല്ലാത്ത മൂവബിൾ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു. ആക്ഷനബിൾ ക്ലെയിംസും മണിയും ഗുഡ്സ് ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യില്ല. ആക്ഷനബിൾ ക്ലെയിം എന്ന് പറയുമ്പം എന്താ, നമുക്ക് കേസ് കൊടുക്കാവുന്ന തരത്തിലുള്ള അവകാശങ്ങൾ എന്നാണ് അതിൻ്റെ മീനിങ്. ഈ സംതിങ് വിച്ച് ഈസ് എൻഫോഴ്സിബിൾ ഓൺലി ബൈ ആക്ഷൻ ഇൻ കോർട്ട് ഓഫ് ലോ. കോടതി നിയമം മൂലം ഒരു ആക്ഷൻ ഉണ്ടാകുന്ന സമയത്ത് മാത്രം എൻഫോഴ്സിബിൾ ആകുന്നതാണ് ആക്ഷനബിൾ ക്ലെയിം എന്ന് പറയുന്നത്. ദെൻ അതിൻ്റെ എക്സാമ്പിൾ നോക്കാം. ഡെറ്റ് ഡ്യൂ, നമ്മൾ കുടിശ്ശികയായിട്ട് കിടക്കുന്ന കടം, അതൊക്കെ പിരിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് കേസ് കൊടുത്ത് അങ്ങനെ വരുന്ന കാര്യങ്ങൾ. അതൊന്നും ഗുഡ്സിനകത്ത് വരില്ല എന്നുള്ളത് മനസ്സിലാക്കുക. ദെൻ ഗുഡ്സ് എന്താണെന്നുള്ളത് നോക്കാം. ഗുഡ്സ് എന്ന് പറയുമ്പോൾ 3 വിധത്തിലുണ്ട്. എക്സിസ്റ്റിംഗ് ഗുഡ്സ് ഉണ്ട്, ഫ്യൂച്ചർ ഗുഡ്സ് ഉണ്ട്, കണ്ടിജൻറ്റ് ഗുഡ്സ് ഉണ്ട്. അതിനകത്ത് എക്സിസ്റ്റിംഗ് ഗുഡ്സ് എന്താണെന്ന് ആദ്യം നോക്കാം. ഗുഡ്സ് വിച്ച് ആർ ഓൺഡ് ഓർ പൊസസ്ഡ് ബൈ ദ സെല്ലർ അറ്റ് ദ ടൈം ഓഫ് കോൺട്രാക്ട് ഓഫ് സെയിൽ ആർ കോൾഡ് എക്സിസ്റ്റിംഗ് ഗുഡ്സ്. കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന സമയത്ത്
സെല്ലറുടെ കൈവശമുള്ള അയാളുടെ ഓണർഷിപ്പിലുള്ള ഗുഡ്സിനെയാണ് എന്ത് പറയുക, എക്സിസ്റ്റിംഗ് ഗുഡ്സ് എന്ന് പറയുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എ എന്ന് പറയുന്നത് ഒരു വാച്ച് മാനുഫാക്ചറാണ്, അയാളുടെ കയ്യിൽ ആവശ്യത്തിന് സ്റ്റോക്ക് ഉണ്ട്. അയാൾ ബിക്ക് 100 വാച്ച് സപ്ലൈ ചെയ്യാം, സെല് ചെയ്യാം എന്ന് പറയുകയാണെങ്കിൽ അവിടെ ആ എ കോൺട്രാക്ട് നടത്തുന്നത് അയാളുടെ കൈവശമുള്ള ഗുഡ്സിന്മേലാണ്. ആ ഗുഡ്സ് എക്സിസ്റ്റിംഗ് ഗുഡ്സ് ആണെന്ന് നമുക്ക് പറയാം. ദെൻ എക്സിസ്റ്റിംഗ് ഗുഡ്സ് മേ ബി ഓഫ് 3 ടൈപ്സ് സച്ച് ആസ്. എക്സിസ്റ്റിംഗ് ഗുഡ്സ് 3 വിധത്തിലുണ്ട്. അത് സ്പെസിഫിക് ഗുഡ്സ്, അസർട്ടൈൻഡ് ഗുഡ്സ് ആൻഡ് അൺഅസർട്ടൈൻഡ് ഗുഡ്സ്. അങ്ങനെ 3 വിധത്തിൽ നമുക്ക് എക്സിസ്റ്റിംഗ് ഗുഡ്സിനെ ക്ലാസിഫൈ ചെയ്യാം. എന്താണ് സ്പെസിഫിക് ഗുഡ്സ് എന്നുള്ളത് നോക്കാം. സ്പെസിഫിക് ഗുഡ്സ് എന്ന് പറയുമ്പം goods which are identified and agreed upon at the time when the contract of sale is made. കോൺട്രാക്റ്റിൽ എൻഗേജ് ചെയ്യുന്ന സമയത്ത് തന്നെ ആ ഒരു ഗുഡ്സിനെ കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്ത് അത് എഗ്രി ചെയ്തിട്ടാണ് നമ്മൾ കരാറിൽ ഏർപ്പെടുന്നതെങ്കിൽ അത്തരം ഗുഡ്സിനെയാണ് നമ്മൾ സ്പെസിഫിക് ഗുഡ്സ് എന്ന് പറയുക. ഇപ്പോൾ ഒരാളുടെ അടുത്ത് കുറേ പശുക്കളുണ്ട്, അതിലൊന്നിനെ സെല് ചെയ്യാൻ വേണ്ടിയുള്ള കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണ്. അപ്പോൾ അതിൽ നിന്ന് ഒന്നിനെ സിംഗിൾ ഔട്ട് ചെയ്ത് കൃത്യമായിട്ട് ഒന്നിനെ ഐഡൻറ്റിഫൈ ചെയ്ത് അതിൻ്റെ മുകളിൽ പ്രത്യേകം പറഞ്ഞു ഉറപ്പിച്ചിട്ടാണ് കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നതെങ്കിൽ അത് സ്പെസിഫിക് ഗുഡ്സ് ആണ്. ദെൻ അസർട്ടൈൻഡ് ഗുഡ്സ്. അസർട്ടൈൻഡ് ഗുഡ്സ് എന്ന് പറയുമ്പം ഗുഡ്സ് വിച്ച് ആർ ഐഡൻറ്റിഫൈഡ് ബൈ ദ പാർട്ടീസ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ എഗ്രിമെൻറ്റ് ആഫ്റ്റർ ദ കോൺട്രാക്ട് ഓഫ് സെയിൽ ഈസ് മെയ്ഡ്. കോൺട്രാക്ട് ഓഫ് സെയിൽ നടന്നതിന് ശേഷം പിന്നീട് ആ എഗ്രിമെൻറ്റ് പ്രകാരം പിന്നെ പാർട്ടീസ് ഗുഡ്സ് ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണ് അസർട്ടൈൻഡ് ഗുഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഐഡൻറ്റിഫിക്കേഷൻ നടക്കുന്നത് ഈ കോൺട്രാക്ട് ഓഫ് സെയിൽ നടന്ന് പിന്നീടൊരു ഡേറ്റിലായിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരാൾ അടുത്ത് 30 ചെയറുണ്ട്, അതിൽ 15 വിൽക്കാൻ വേണ്ടിയിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നു. അപ്പോൾ ഏതെങ്കിലും 15 സെല് ചെയ്യുക എന്നുള്ള രീതിയിലാണ് കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നത്. കോൺട്രാക്റ്റ് ഒക്കെ ആയി കഴിഞ്ഞതിന് ശേഷം കൃത്യമായിട്ട് ആ കോൺട്രാക്റ്റിലേക്ക് വേണ്ട 15 ചെയറിന് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് അപ്പോർഷൻ ചെയ്ത് കഴിഞ്ഞാൽ അന്നേരത്തെ അത് അസർട്ടൈൻഡ് ഗുഡ്സ് ആയി. അതിന് മുമ്പ് അത് അൺഅസർട്ടൈൻഡ് ഗുഡ്സ് ആയിരുന്നു, നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്ന സംഭവം. അപ്പം അത് അപ്പോർഷൻ ചെയ്യുന്നതിന് മുമ്പ് അൺഅസർട്ടൈൻഡ് ഗുഡ്സ് ആയിരുന്നു. അത് കൃത്യമായിട്ട് തിരഞ്ഞ് പിടിച്ച് അത് ആ കോൺട്രാക്റ്റിലേക്ക് നമ്മൾ അപ്പോർഷൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് അത് അസർട്ടൈൻഡ് ഗുഡ്സ് ആയി കഴിഞ്ഞു. ദെൻ അൺഅസർട്ടൈൻഡ് ഗുഡ്സ് എന്ന് പറയുമ്പം ഗുഡ്സ് ആർ വിച്ച് ആർ നോട്ട് സ്പെസിഫിക്കലി ഐഡൻറ്റിഫൈഡ് ആൻഡ് എഗ്രീഡ് അറ്റ് ദ ടൈം വെൻ ദ കോൺട്രാക്ട് ഓഫ് സെയിൽ ഈസ് മെയ്ഡ്. നമ്മളത് മേഡ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുകയോ എഗ്രി ചെയ്യുകയോ ചെയ്യാതെ ഗുഡ്സിനെയാണ് നമ്മൾ അൺഅസർട്ടൈൻഡ് ഗുഡ്സ് എന്ന് പറയാം. ഇവിടെ സെല്ലറെ സംബന്ധിച്ചിടത്തോളം ഏത് തരം ഐറ്റം വേണമെങ്കിലും സപ്ലൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവിടെ ഉണ്ടാവും എന്നുള്ളതാണ്. ദെൻ ഫ്യൂച്ചർ ഗുഡ്സ് എന്താണെന്ന് നോക്കാം. രണ്ടാമത്തെ കാറ്റഗറിയാണ്. ഫ്യൂച്ചർ ഗുഡ്സ് എന്ന് പറയുമ്പം ദ ഗുഡ്സ് വിച്ച് ആർ ടു ബി മാനുഫാക്ചർഡ് ഓർ പ്രൊഡ്യൂസ്ഡ് ഓർ അക്വയർഡ്. ഒന്നുകിൽ നമ്മളത് ഉണ്ടാക്കുന്നതാവാം, അല്ലേ, അല്ലെങ്കിൽ അത് വേറെ വാങ്ങിച്ചിട്ട് വെക്കുന്നതാവാം. ബൈ ദ സെല്ലർ ആഫ്റ്റർ ദ കോൺട്രാക്ട് ഓഫ് സെയിൽ ഈസ് മെയ്ഡ്. കോൺട്രാക്ട് ഓഫ് സെയിൽ നടന്നതിന് ശേഷമാണ് ആ ഒരു ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് അക്വയർ ചെയ്യുന്നത് എങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഫ്യൂച്ചർ ഗുഡ്സ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ എ കോക്കനട്ട് ഓയിൽ സപ്ലൈ ചെയ്യാമെന്ന് ബിയോട് പ്രോമിസ് ചെയ്യുന്നു. എൻ്റെ കയ്യിൽ ഇപ്പോൾ കോക്കനട്ട് ഓയിൽ ഇല്ല, പക്ഷേ ആവശ്യത്തിന് കോക്കനട്ട് ഉണ്ട്. അപ്പോൾ അത് ഓയിൽ പ്രോസസ്സ് ചെയ്തെടുക്കുന്നതിന് മുമ്പ് തന്നെ ഓയിൽ സപ്ലൈ ചെയ്യാമെന്ന് പറയുമ്പം അവിടെ ഓയിൽ ഒരു ഫ്യൂച്ചർ ഗുഡ്സ് ആണ്. ദെൻ കണ്ടിജൻറ്റ് ഗുഡ്സ്. കണ്ടിജൻറ്റ് ഗുഡ്സ് എന്ന് പറയുമ്പം നമ്മൾ ഫ്യൂച്ചർ ഗുഡ്സിൻ്റെ ഒരു തരം തന്നെയാണ്, രൂപം തന്നെയാണ്. അതിൽ ആ ഒരു അറിയാലോ, ഫ്യൂച്ചർ ഗുഡ്സ് എന്ന് പറയുമ്പോൾ ഇതുവരെ നമ്മുടെ കയ്യിലില്ലാത്ത ഒരു ഗുഡ്സ് സപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അപ്പോൾ അത്തരം ഒരു ഗുഡ്സ് അക്വയർ ചെയ്യുന്ന കാര്യത്തിൽ തന്നെ സെല്ലർ എന്തെങ്കിലും ഒരു കണ്ടിജൻസി ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം ഗുഡ്സിനെയാണ് നമ്മൾ കണ്ടിജൻറ്റ് ഗുഡ്സ് എന്ന് പറയാം. കണ്ടിജൻറ്റ് ഗുഡ്സ് ആർ എ ടൈപ്പ് ഓഫ് ഫ്യൂച്ചർ ഗുഡ്സ് ദ അക്വിസിഷൻ ഓഫ് വിച്ച് ബൈ ദ സെല്ലർ ഡിപ്പെൻഡ്സ് അപ്പോൺ കണ്ടിജൻസി വിച്ച് മേ ഓർ മേ നോട്ട് ഹാപ്പൻ. അത് ആ ഒരു കണ്ടിജൻസി സംഭവിക്കാതിരിക്കാം. ഇപ്പം നമുക്ക് ഗുഡ്സ് എത്തിച്ചേർന്നിട്ട് വേണ്ടി വരും സപ്ലൈ ചെയ്യാൻ, അല്ല, അപ്പോൾ എത്തിച്ചേരാതിരിക്കാം. അതുപോലെ ഫ്യൂച്ചർ ക്രോപ്സ് മീൻസ് ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ ജസ്റ്റ് തയ്യാവോ അല്ലെങ്കിൽ വിത്തിടോ ചെയ്തിട്ടുണ്ടാവുള്ളൂ, അതിൻ്റെ മുകളിലാണ് നമ്മൾ ആ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ അതിൽ നിന്നുണ്ടാകുന്ന ഒരു ഉൽപ്പന്നം നമ്മൾ സപ്ലൈ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അത് വളർന്നത് ഉണ്ടാവാതിരിക്കാം. അങ്ങനെ ഒരു കണ്ടിജൻസി അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഗുഡ്സിനെയാണ് നമ്മൾ കണ്ടിജൻറ്റ് ഗുഡ്സ് എന്ന് പറയാം. They are also a type of future goods and therefore contract for sale of contingent goods operate as an agreement to sell. അത് ഫ്യൂച്ചർ ഗുഡ്സിൻ്റെ കേസിലാണെങ്കിലും കണ്ടിജൻറ്റ് ഗുഡ്സിൻ്റെ കേസിലാണെങ്കിലും അവിടെ സെയിൽ എന്നല്ല നടക്കുന്നത്, അവിടെ എഗ്രിമെൻറ്റ് ടു സെല്ലാണ് നടക്കുന്നത്. സെല്ല് ചെയ്തോളാം എന്ന് എഗ്രി ചെയ്യലാണ് നടക്കുന്നത്. നമ്മളതിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞ സമയത്ത് തന്നെ അങ്ങനെ 2 രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ട്രാൻസ്ഫർ ആവാം അല്ലെങ്കിൽ എഗ്രിമെൻറ്റ് ടു ട്രാൻസ്ഫർ ആവാം കോൺട്രാക്ട് ടു സെയിൽ എന്ന് പറയുന്നത്.
എക്സാമ്പിൾ എക്സ് വൈൻ്റെ അടുത്ത് പറയാണ് 100 വാച്ച് സപ്ലൈ ചെയ്തോളാന്ന്. അത് സെഡ് എന്ന് പറയുന്ന ആളുടെ അടുത്ത് നിന്ന് സമയത്തിന് റിസീവ് ചെയ്യുകയാണെങ്കിൽ സപ്ലൈ ചെയ്തോളാമെന്നാണ് എക്സ് അവിടെ പറയുന്നത് എങ്കിൽ അത് കണ്ടിജൻ്റ് ഗുഡ്സ് ആണ്. കാരണം അവിടെ സെഡ് എന്ന ആൾ സപ്ലൈ ചെയ്തെങ്കിൽ മാത്രമേ എക്സിന് അത് ആർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ, വൈക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സപ്ലൈ ചെയ്യൽ ഉണ്ടാവുക ഇല്ലാണ്ടിരിക്കാം. അപ്പോൾ അത്തരം ഗുഡ്സ് ആണ് കണ്ടിജൻ്റ് ഗുഡ്സ്. ദെൻ പ്രൈസ് ഓഫ് ഗുഡ്സ്. ഗുഡ്സിൻ്റെ പ്രൈസ് എങ്ങനെയൊക്കെയാണ് ഫിക്സ് ചെയ്യാറ് എന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത്. സെക്ഷൻ 210 പ്രകാരം പ്രൈസ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രൈസ് മീൻസ് ദ മണി കൺസിഡറേഷൻ ഫോർ സെയിൽ ഓഫ് ഗുഡ്സ്. ഗുഡ്സ് വിൽക്കുന്ന സമയത്തുള്ള മണി കൺസിഡറേഷനെയാണ് നമ്മൾ പ്രൈസ് എന്ന് പറയുന്നത്. ഒരു കോൺട്രാക്റ്റിലെ ഏറ്റവും എസെൻഷ്യൽ എലമെൻ്റ് ആണ്. നമ്മൾ മണി ടേംസിൽ എക്സ്പ്രസ് ചെയ്യുന്ന ഒന്നായിരിക്കും പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു പ്രൈസ് ഫിക്സ് ചെയ്യുന്ന രീതികൾ എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. കോൺട്രാക്റ്റ്, നമ്മൾ കോൺട്രാക്റ്റിനകത്ത് തന്നെ വ്യക്തമായിട്ട് പ്രൈസിനെ കുറിച്ച് പറഞ്ഞു വെച്ചിട്ടുണ്ടാകും. ഇത്ര രൂപക്കെന്ന് കൃത്യം പറഞ്ഞിട്ടുണ്ടാകും. ആ രീതിയിൽ നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്യാറുണ്ട്. ദ പ്രൈസ് ഇൻ എ കോൺട്രാക്ട് ഓഫ് സെയിൽ മേ ബി ഫിക്സ്ഡ് ഓർ എക്സ്പ്രസ്ലി സ്റ്റേറ്റഡ് ഇൻ കോൺട്രാക്ട് ഇറ്റ് സെൽഫ്. ആ കോൺട്രാക്റ്റിൽ തന്നെ അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടാകും. ഇൻ ആൻ എഗ്രിമെൻറ്റ്, അവിടെ നമ്മൾ പ്രൈസ് എത്രയാണെന്ന് പറയുന്നില്ല, ആ പ്രൈസ് ഫിക്സ് ചെയ്യേണ്ട രീതി എങ്ങനെയാണെന്ന് നേരത്തെ പറഞ്ഞുറപ്പിക്കും. ദ പ്രൈസ് മേ ബി ലെഫ്റ്റ് ടു ബി ഫിക്സഡ് ഇൻ എ മാനർ എഗ്രീഡ് ആൻഡ് പ്രൊവൈഡഡ് ഇൻ കോൺട്രാക്റ്റ്. കോൺട്രാക്റ്റിൽ ആ പ്രൈസ് ഫിക്സ് ചെയ്യുന്ന രീതി എങ്ങനെയാണെന്നാണ് പറയുന്നുള്ളൂ, അല്ലാതെ പ്രൈസ് അവിടെ ഫിക്സ് ചെയ്യുന്നില്ല. ഇങ്ങനെയൊക്കെ ആവാം. മറ്റുള്ള ബയേഴ്സ് വേറുള്ള ആളുകളൊക്കെ എത്രത്തോളം തരുന്നു അതിനനുസരിച്ചുള്ളൊരു പേയ്മെൻ്റ് ആവാം എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട് എങ്കിൽ മറ്റുള്ളവർ എത്രയാണോ തന്നിരിക്കുന്നതെന്ന് വെച്ചാൽ അത് പിന്നീട് ബയ്യറെ അറിയിക്കേണ്ടത് സെല്ലറുടെ ഒരു ബാധ്യതയാണ്. മറ്റുള്ളവർ ഇത്ര തന്നിട്ടുണ്ട് എന്നുള്ള രീതിയിൽ ബയ്യറെ അറിയിക്കുക. അപ്പോൾ ബയ്യർ അതിനനുസരിച്ച് പേയ്മെൻറ്റ് നടത്തുക. അപ്പം അങ്ങനെ പേയ്മെൻറ്റിൻ്റെ രൂപം ആദ്യമേ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന രീതിയിലാവാം. ദെൻ കോഴ്സ് ഓഫ് ഡീലിംഗ്, നമ്മളത് ബിസിനസ് ട്രാൻസാക്ഷൻ നടക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ആ ഡീലിങ്സിൻ്റെ ഇടയിലൂടെ ഫിക്സ് ചെയ്യാം. അന്നേരത്താണ് തീരുമാനിച്ചിട്ട് കൊടുക്കുക. അത് ചിലപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള പേയ്മെൻറ്റും ഡെലിവറിയും ഒക്കെ നടക്കുന്ന കേസിലാവാം. ദ പ്രൈസ് മേ ബി ഡിറ്റർമിൻഡ് ബൈ ദ കോഴ്സ് ഓഫ് ഡീലിങ്സ് ബിറ്റ്വീൻ ദ പാർട്ടീസ്. പാർട്ടീസിൻ്റെ ഇടയിലുള്ള ആ ഒരു ഇടപാടിൻ്റെ ഇടയ്ക്ക് പ്രൈസ് ഫിക്സ് ചെയ്യുക. ദെൻ റീസണബിൾ പ്രൈസ്, ചിലപ്പം പ്രൈസ് ഡിറ്റർമിൻ ചെയ്തിട്ടുണ്ടാവില്ല. ദ പ്രൈസ് ഈസ് നോട്ട് ഡിറ്റർമിൻഡ് ഇൻ എനി ഓഫ് ദി എഫോർസെഡ് മാനർ. മേൽപ്പറഞ്ഞ ഒരു രീതിയിലും ഫിക്സ് ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനെയാകുമ്പോൾ ബയ്യർ ഒരു റീസണബിൾ പ്രൈസ്. ദെൻ ഗവൺമെൻറ് പ്രൈസ് ഫിക്സ് ചെയ്യാറുണ്ട്. ചില പ്രോഡക്റ്റുകൾക്കൊക്കെ ഒരു പ്രൈസ് ലിമിറ്റ് ഗവൺമെൻറ് വെക്കാറുണ്ട്. അത്തരം പ്രോഡക്റ്റുകളുടെ ഡീലിങ്സ് നടക്കുന്നത് ആ ഒരു പ്രൈസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അപ്പം അങ്ങനെ 5 തരത്തിൽ നമുക്ക് പ്രോഡക്റ്റുകളുടെ പ്രൈസ് ഫിക്സ് ചെയ്യാവുന്നതാണ്. ദെൻ സെയിൽ ആൻഡ് എഗ്രിമെൻറ്റ് ടു സെല്ല്. എന്താണ് സെയിൽ, എന്താണ് എഗ്രിമെൻറ്റ് ടു സെല്ല് എന്ന് നോക്കാം. സെയിൽ എന്ന് പറയുമ്പം അക്കോർഡിംഗ് ടു സെക്ഷൻ 4 സബ്സെക്ഷൻ 3 ഓഫ് ദി സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് 1930 ഇതിലെ സെക്ഷൻ ഇത്രയും പ്രകാരം അതിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. വേർ അണ്ടർ എ കോൺട്രാക്ട് ഓഫ് സെയിൽ ദ പ്രോപ്പർട്ടി ഓർ ഓണർഷിപ്പ് ഇൻ ദ ഗുഡ്സ് ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രം സെല്ലർ ടു ദ ബയർ ഇറ്റ് ഈസ് കോൾഡ് എ സെയിൽ. ഈ കോൺട്രാക്ട് ഓഫ് സെയിൽ പ്രകാരം ഗുഡ്സിൻ്റെ ഓണർഷിപ്പ് അല്ലെങ്കിൽ അതിൻ്റെ പ്രോപ്പർട്ടി ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക്, സെല്ലറിൽ നിന്നും ബയറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നുണ്ട് എങ്കിൽ അതിനെ നമ്മൾ സെയിൽ എന്ന് പറയും. Thus, in case of sale, the transfer of property in goods take place immediately. അപ്പോൾ നമ്മൾ ഈ സെയിലിനെ സംബന്ധിച്ചിടത്തോളം ഗുഡ്സിൻ്റെ ട്രാൻസ്ഫർ വളരെ പെട്ടെന്ന് നടക്കും. സെല്ലറിൽ നിന്നും ബയ്യറിലേക്ക് അതിൻ്റെ ആ ഒരു കാര്യം തീരുമാനിക്കുന്നതോട് കൂടി തന്നെ കൈമാറ്റം ചെയ്യപ്പെടും. Then generally sale means transfer of property from one person to another in consideration of the price paid or promise of another valuable consideration. പ്രൈസ് പേ ചെയ്ത് കൺസിഡറേഷനായിട്ട് പ്രൈസ് കൊടുക്കുന്നതിൻ്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും വാല്യുബിൾ കൺസിഡറേഷൻ നൽകാമെന്നുള്ളൊരു പ്രോമിസിൻ്റെയോ അടിസ്ഥാനത്തിൽ ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് ഗുഡ്സിൻ്റെ അതിൻ്റെ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നതിനെയാണ് നമ്മൾ സെയിൽസ് എന്ന് പറയാം. അതൊന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ദെൻ എഗ്രിമെൻറ്റ് സെൽ എന്താണെന്ന് നോക്കാം. Where under a contract of sale, the transfer of property in the goods is take place at a future time. ഗുഡ്സിൻ്റെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത് എപ്പോഴായിരിക്കും? ഒരു ഫ്യൂച്ചർ ടൈമിലായിരിക്കും. ഈ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പോൾ തന്നെ, ഇടപാട് നടക്കുമ്പോൾ തന്നെ ഓണർഷിപ്പ് കൈമാറ്റം ചെയ്യപ്പെടുന്നില്ല. ഓർ സബ്ജക്റ്റ് ടു സം കണ്ടീഷൻസ് ദെയർ ആഫ്റ്റർ ടു ബി ഫുൾഫിൽഡ്. ഒരു ഫ്യൂച്ചർ ടൈമിലാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും കുറച്ച് കണ്ടീഷൻസ് വെച്ചിട്ടുണ്ടാവും. ആ കണ്ടീഷൻസ് ഫുൾഫില്ല് ചെയ്തതിന് ശേഷമാവാം കൈമാറ്റം ചെയ്യപ്പെടുന്നത്. ദ കോൺട്രാക്ട് ഈസ് കോൾഡ് ആൻ എഗ്രിമെൻറ്റ് ടു സെൽ.
Thus, in case of agreement to sell, the transfer of property in goods doesn't take place immediately but at a future date. അപ്പം പ്രോപ്പർട്ടി ഗുഡ്സിൻ്റെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഓണർഷിപ്പ് പെട്ടെന്ന് കൈമാറ്റം ചെയ്യുന്നില്ല, ഒരു ഫ്യൂച്ചർ ഡേറ്റിൽ മാത്രമേ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ആവുള്ളൂ. അതാണ് ഇത് രണ്ടും തമ്മിലുള്ള മെയിൻ വ്യത്യാസം. ഇനി തമ്മിലുള്ള വ്യത്യാസങ്ങളൊന്ന് നോക്കാം നമുക്ക്. നേച്ചർ ഓഫ് കോൺട്രാക്റ്റ്, കോൺട്രാക്റ്റിൻ്റെ തരം നോക്കുകയാണെങ്കിൽ സെയിൽ എന്ന് പറയുന്നത് ഒരു എക്സിക്യൂട്ടഡ് കോൺട്രാക്റ്റ് ആണ്. ദാറ്റ് ഈസ് ഐ ആണിത്. ഇറ്റ് ഈസ് പ്രസൻറ്റ് കോൺട്രാക്റ്റ്. എക്സിക്യൂട്ടഡ് കോൺട്രാക്റ്റ് ആണ്, പറയുമ്പോഴേ ചെയ്യുമ്പോഴേ നടന്നു കഴിഞ്ഞിട്ടുണ്ട്, പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ. വേറാസ് എഗ്രിമെൻറ്റ് ടു സെൽ ഈസ് ആൻ എക്സിക്യൂട്ടറി കോൺട്രാക്റ്റ്. അത് എക്സിക്യൂട്ടറി ആണ്, നടപ്പാക്കാൻ പോകുന്നേ ഉള്ളൂ. വിച്ച് ഈസ് യെറ്റ് ടു ബി എക്സിക്യൂട്ടഡ്, ഇതുവരെ നടന്നിട്ടില്ല. ആൻഡ് ദെയർഫോർ ഈസ് എ ഫ്യൂച്ചർ കോൺട്രാക്റ്റ്. ഓക്കെ. ദെൻ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി എങ്ങനെ നടക്കുന്നത്? സെയിലിനെ സംബന്ധിച്ചിടത്തോളം ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ഫ്രം സെല്ലർ ടു ദ ബയർ ടേക്ക് പ്ലേസ് ഇമ്മീഡിയറ്റ്ലി, വളരെ പെട്ടെന്ന് തന്നെ ഓണർഷിപ്പ് കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സെല്ലർ അധികകാലം എന്താവില്ല, ഗുഡ്സിൻ്റെ ഓണർ ആവില്ല. ഈ സെയിൽ നടക്കുമ്പോൾ തന്നെ പിന്നെ സെല്ലർ അതിൻ്റെ ഓണർ ആവാതെ മാറുകയും ബയ്യർ അതിൻ്റെ ഓണർ ആവുകയാണ് ചെയ്യുന്നത്. അധികകാലം സെല്ലർക്ക് ഓണറായി നിൽക്കാൻ പറ്റില്ല. ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ടേക്ക് പ്ലേസ് ചെയ്യുന്നത് അറ്റ് എ ഫ്യൂച്ചർ ഡേറ്റ് ഓർ സബ്ജക്ട് ടു സം കണ്ടീഷൻ ടു ബി ഫുൾഫിൽഡ് ആണ്. സെല്ലർ കണ്ടിന്യൂസ് ടു ബി ദ ഓണർ. ആ ഒരു പ്രോപ്പർട്ടി എന്നാണ് കൈമാറ്റം ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് അന്നേ മാറുള്ളൂ എന്ത്, ഇതിൻ്റെ ഓണർഷിപ്പ്. അതുവരേക്ക് സെല്ലർ തന്നെ ആയിരിക്കും ആര്, അതിൻ്റെ ഓണർ. ദെൻ റിസ്ക് ഓഫ് ലോസ്. ഇൻ സെയിലിനകത്ത് ദ ബയർ ബിക്കംസ് ദ ഓണർ ഓഫ് ദ ഗുഡ്സ്, ഹി ഹാസ് ടു സഫർ ദ ലോസ് ഇഫ് ഗുഡ്സ് ആർ സബ്സീക്വൻ്റ്ലി ഡാമേജ്ഡ് ഓർ ഡിസ്ട്രോയ്ഡ്. സെയിൽസ് നടന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ സെല്ലർ മാറി ബയ്യറായി പിന്നെ ആ ഗുഡ്സിൻ്റെ ഓണർ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനുശേഷം വരുന്ന എന്തെങ്കിലും ഡാമേജോ ഡിസ്ട്രക്ഷനോ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ആ നഷ്ടം ആര് സഹിച്ചോളണം? ബയ്യർ സഹിച്ചോളണം. പക്ഷേ എഗ്രിമെൻറ്റ് സെല്ലിനകത്ത് ഓണർഷിപ്പ് കൈമാറ്റം ചെയ്യുന്നില്ല അല്ലേ, അത് പിന്നീടേ മാറുള്ളൂ. സിൻസ് ഓണർഷിപ്പ് ഡസൻറ്റ് പാസ് ടു ദ ബയ്യർ, ദ റിസ്ക് ഓൾസോ ഡസൻറ്റ് പാസ് ടു ഹിം ആൻഡ് റിമൈൻസ് സെല്ലർ. റിസ്ക്കും എവിടേക്ക് പാസ് ചെയ്യില്ല, ബയറിലേക്ക് പാസ് ചെയ്യില്ല, സെല്ലറിൽ തന്നെ ആയിരിക്കും റിസ്ക്കും നിൽക്കുന്നത്. ദെൻ ടൈപ്സ് ഓഫ് ഗുഡ്സ് ഇൻ സെയിലിനകത്ത് നമ്മുടെ സബ്ജക്റ്റ് മാറ്റർ എന്ന് പറയുന്നത് എക്സിസ്റ്റിംഗ് അല്ലെങ്കിൽ സ്പെസിഫിക് ഗുഡ്സ് ആയിരിക്കും. അതേസമയം ഫ്യൂച്ചർ ഓർ കണ്ടിജൻറ്റ് ഗുഡ്സ് ആയിരിക്കും നമ്മളുടെ എഗ്രിമെൻറ്റ് ടു സെല്ലിനകത്തെ സബ്ജക്റ്റ് മാറ്റർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണല്ലോ പിന്നീടൊരു സമയത്ത് കൈമാറാം എന്നുള്ള രീതിയിൽ ഒരു കോൺട്രാക്റ്റിൽ എത്തേണ്ടി വരുന്നത്. ദെൻ നമ്മൾ കോൺട്രാക്റ്റ് ബ്രീച്ച് ചെയ്യുകയാണെങ്കിലുള്ള കോൺസിക്വൻസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ബയ്യർ ബ്രീച്ച് ചെയ്യുന്ന സമയത്ത് ഇൻ കേസ് ഓഫ് ബ്രീച്ച് ബൈ ദ ബയ്യർ ദ സെല്ലർ ക്യാൻ സ്യൂ ഫോർ പ്രൈസ് ഓഫ് ഗുഡ്സ്. ബയ്യറാണ് ബ്രീച്ച് വരുത്തുന്നത് എങ്കിൽ സെല്ലർക്ക് ആ ഗുഡ്സിൻ്റെ പ്രൈസിന് വേണ്ടിയിട്ട് തന്നെ സ്യൂ ചെയ്യാൻ സാധിക്കും. കാരണം അതിൻ്റെ ഓണർഷിപ്പ് മറ്റേയാളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട് അല്ലേ. അപ്പം ഈവൺ ഇഫ് ദ ഗുഡ്സ് ആർ ഇൻ ഹിസ് ഓൺ പൊസഷൻ, നമ്മൾ ഓണർഷിപ്പ് കൈമാറിയിട്ടുണ്ടാവുള്ളായിരിക്കാം, ചിലപ്പോൾ അതിൻ്റെ പൊസഷൻ ഗുഡ്സ് ചിലപ്പം സെല്ലറുടെ അടുത്ത് തന്നെ ഉണ്ടാവാം. അപ്പോൾ അതിൻ്റെ ഓണർഷിപ്പ് അത് കയ്യിൽ പൊസസ് ചെയ്യുന്നുണ്ടാവാം. കയ്യിൽ പൊസസ് ചെയ്യുന്നതിനെങ്കിൽ തീർച്ചയായിട്ടും എന്തെങ്കിലും തിരിച്ച് നമുക്ക് കിട്ടാനുണ്ടെങ്കിൽ കിട്ടുന്നത് വരെയൊക്കെ പിടിച്ചു വെക്കാനുള്ള അവകാശം നമുക്കുണ്ട്. അതിനെ നമ്മൾ ലീൻ എന്ന് പറയും അല്ലേ. അങ്ങനെയുള്ള ലീൻ ഉണ്ടെങ്കിൽ പിന്നെ ലീൻ വേണമെങ്കിൽ അയാൾക്ക് എക്സസൈസ് ചെയ്യാം, അല്ലെങ്കിൽ ആ ഗുഡ്സ് അയാൾക്ക് പിടിച്ചു വെക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ട്രാൻസിറ്റ് അത് അങ്ങോട്ട് സെൻഡ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് അത് സ്റ്റോപ്പ് ചെയ്യാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമെങ്കിൽ കൂടിയും ആ ഗുഡ്സിൻ്റെ പ്രൈസിന് വേണ്ടിയിട്ട് തന്നെ സെല്ലർക്ക് സ്യൂ ചെയ്യാൻ സാധിക്കും. അതേസമയം ഇവിടെ എഗ്രിമെൻറ്റ് ടു സെല്ലിനകത്ത് ബയ്യർ ഒരു ഡീഫോൾട്ട് വരുത്തുകയാണെങ്കിൽ സെല്ലർക്ക് ഡാമേജ് മാത്രമേ ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ, അതായത് കോമ്പൻസേഷന് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാതെ പ്രൈസ് ഒരിക്കലും ആവശ്യപ്പെടാൻ പറ്റില്ല. ചിലപ്പം ഗുഡ്സിൻ്റെ പൊസഷൻ ചിലപ്പം ബയ്യർക്ക് കൈമാറിയിട്ടുണ്ടാവാം. ഈവൺ ദോ ദ ഗുഡ്സ് ആർ ഇൻ ദ പൊസഷൻ ഓഫ് ദ ബയ്യർ, ഓണർഷിപ്പ് കൈമാറിയിട്ടുണ്ടാവില്ല, പൊസഷൻ ചിലപ്പോൾ കൈമാറിയിട്ടുണ്ടാവാം, എങ്കിൽ പോലും പ്രൈസ് ചോദിക്കാൻ പറ്റില്ല, ഡാമേജ് ക്ലെയിം ചെയ്യാനേ പറ്റുള്ളൂ. പിന്നെ സെയിൽസിനകത്ത് ബയ്യർക്ക് ആ ഒരു സെയിൽസ് നടക്കുന്നതോടുകൂടി ഒരു അതിനുള്ള മുഴുവൻ റൈറ്റും ബയ്യർക്ക് ലഭിക്കും. ബയ്യർ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഓണറായി മാറും. അതുകൊണ്ട് എല്ലാവരോടും ലോകത്തോട് മുഴുവൻ അയാൾക്ക് അതിൻ്റെ ഓണറാണെന്ന് പറയാൻ പറ്റും, അയാൾക്ക് അതിൻ്റെ ഒരു റൈറ്റ് ഉണ്ട്. അതേസമയം എഗ്രിമെൻറ്റ് സെല്ലിനകത്ത് ബയ്യർക്കുള്ള റൈറ്റ് ആരോട് മാത്രമേ ഉള്ളൂ, ഒരു പെർട്ടിക്കുലർ പേഴ്സണോട് മാത്രമേ ഉള്ളൂ, അതായത് സെല്ലറോട് മാത്രമേ ഉള്ളൂ. അപ്പോൾ കോൺട്രാക്റ്റിൽ ഒരു ബ്രീച്ച് വരുത്തുകയാണെങ്കിൽ അയാൾക്ക് സെല്ലറുടെ അടുത്തൊന്നും ഡാമേജ് ക്ലെയിം ചെയ്യാനേ പറ്റുള്ളൂ. അതായത് സെല്ലർ ബ്രീച്ച് വരുത്തുകയാണെങ്കിലും ഡാമേജ് ക്ലെയിം ചെയ്യാനേ പറ്റുള്ളൂ, അല്ലാതെ ഗുഡ്സിൻ്റെ റിക്കവറി ഒന്നും അവർക്ക് ആവശ്യപ്പെടാൻ പറ്റില്ല. ദെൻ ഇൻസോൾവൻസി ഓഫ് ദി ബയ്യർ. ദെൻ ഇൻസോൾവൻസി ഓഫ് ദി ബയ്യർ. ബയ്യർ ഇൻസോൾവൻ്റ് ആയി കഴിയുകയാണെങ്കിൽ
സെയിലിനകത്ത് ബയർ ഇൻസോൾവെൻ്റ് ആവുകയാണ് ബിഫോർ ഗിവിംഗ് ദ പ്രൈസ്. ഇൻ സെയിൽ ഇഫ് ദ ബയർ ബിക്കംസ് ഇൻസോൾവെൻറ്റ് ബിഫോർ ഗിവിംഗ് ദ പ്രൈസ്, ദ ഒഫീഷ്യൽ റിസീവർ ഓർ അസൈനി ക്യാൻ ക്ലെയിം ദ ഗുഡ്സ്. പ്രൈസ് കൊടുക്കുന്നതിന് മുമ്പേ ബയ്യർ ഇൻസോൾവെൻ്റ് ആവുകയാണെങ്കിൽ ഒഫീഷ്യൽ റിസീവർക്ക് അല്ലെങ്കിൽ അസൈനിക്ക് ഗുഡ്സ് ക്ലെയിം ചെയ്യാവുന്നതാണ്. ഒഫീഷ്യൽ റിസീവർ അസൈനി എന്നൊക്കെ പറയുന്ന ഒരാൾ ഇൻസോൾവെൻ്റ് ആയി കഴിഞ്ഞാൽ അത് കോടതിയാണ് പ്രഖ്യാപിക്കുന്നത് അല്ല ഇൻസോൾവൻസി. അപ്പോൾ അന്നേരത്ത് പിന്നെ ആ ഒരു വ്യക്തിയുടെ കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോയിൻ്റ് ചെയ്യുന്നവരാണ് ഒഫീഷ്യൽ റിസീവർ അല്ലെങ്കിൽ അസൈനി. അപ്പം ആ ഇൻസോൾവെൻറ്റിൻ്റെ എല്ലാ കാര്യങ്ങളും പിന്നീട് ഇവരാണ് ഡീൽ ചെയ്യുക. അപ്പം നമുക്കറിയാം ഒരു സെയിൽസ് നടക്കുമ്പം പിന്നീട് ബയ്യർ ആയിരിക്കും ആ ഗുഡ്സിൻ്റെ ഓണർ ആവുന്നത് അല്ലേ. ഓണർഷിപ്പ് അപ്പം തന്നെ കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബയ്യർ പേയ്മെൻറ്റ് നടത്തിയിട്ടില്ലെങ്കിൽ പോലും ബയ്യറാണ് അതിൻ്റെ ഓണർ എന്ന നിലയ്ക്ക് ഒഫീഷ്യൽ റിസീവർക്ക് അല്ലെങ്കിൽ അസൈനിക്ക് ആ ഗുഡ്സ് ക്ലെയിം ചെയ്യാവുന്നതാണ്. മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ സെല്ലർ ആ ഗുഡ്സ് മസ്റ്റായിട്ടും ഡെലിവർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി ബയ്യർ എങ്ങാനും പേയ്മെൻറ്റിന് മുമ്പായിട്ട് ബാങ്ക്രപ്റ്റ് ആവുകയാണ് ഏതിൻ്റെ കേസിൽ, എഗ്രിമെൻറ്റ് ടു സെല്ലിൻ്റെ കേസിൽ ബയ്യർ ബാങ്ക്രപ്റ്റ് ആവുക അല്ലെങ്കിൽ ഇൻസോൾവെൻ്റ് ആവുകയാണെങ്കിൽ സെല്ലർക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ക്യാൻ റെഫ്യൂസ് ടു ഡെലിവർ ദ ഗുഡ്സ് അൺലെസ് പെയ്ഡ് ഫോർ. ആ ഗുഡ്സ് ഡെലിവർ ചെയ്യാതെ ആ ഡെലിവറി നിരസിക്കാവുന്നതാണ്. സെല്ലറാണ് ഇൻസോൾവെൻ്റ് ആവുന്നതെങ്കിലോ, സെല്ലർ ഇൻസോൾവെൻ്റ് ആവുന്ന സമയത്ത് സെല്ലറുടെ ഭാഗത്ത് നമ്മുടെ ഒരു ഒഫീഷ്യൽ റിസീവർ അല്ലെങ്കിൽ അസൈനി ഉണ്ടായിരിക്കും. അപ്പോൾ സെല്ലർ ഇൻസോൾവെൻ്റ് ആവുകയാണെങ്കിലും സെയിൽസിൻ്റെ കേസിൽ ബയ്യർ അതിൻ്റെ ആ ഒരു ഗുഡ്സിൻ്റെ ഓണറായി കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒഫീഷ്യൽ റിസീവറുടെ അടുത്തുനിന്ന് അസൈനിയുടെ അടുത്തുനിന്ന് ഗുഡ്സ് റിക്കവർ ചെയ്യാനുള്ള റൈറ്റ് ആർക്കുണ്ടായിരിക്കും, ബയ്യർക്ക് ഉണ്ടായിരിക്കും. കാരണം ബയ്യറിലേക്ക് അതിൻ്റെ ഓണർഷിപ്പ് കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ഇനി ബയ്യർ നേരത്തെ പ്രൈസ് പേ ചെയ്തിട്ടുണ്ട്. എഗ്രിമെൻറ്റ് സെല്ലിൻ്റെ കേസിൽ ബയ്യർ നേരത്തെ പ്രൈസ് പേ ചെയ്തിട്ടുണ്ട്, പക്ഷേ സെല്ലർ എന്തായി കഴിഞ്ഞു, ഇൻസോൾവെൻ്റ് ആയി കഴിഞ്ഞു. അങ്ങനെ എങ്ങാനും വരികയാണെങ്കിൽ ബയ്യർക്ക് ആ റേറ്റബിൾ ഡിവിഡൻഡ് മാത്രമേ ക്ലെയിം ചെയ്യാൻ സാധിക്കുള്ളൂ, അല്ലാതെ ഗുഡ്സ് ഒരിക്കലും ക്ലെയിം ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ദെൻ സെയിൽ ആൻഡ് അതർ സിമിലർ ട്രാൻസാക്ഷൻസ്. സെയിലിനെ പോലെ തോന്നിക്കുന്ന വേറെ കുറേ ട്രാൻസാക്ഷൻസ് ഉണ്ട്. അവയൊക്കെ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിലൊന്നാണ് സെയിൽ ആൻഡ് ഹയർ പർച്ചേസ്, സെയിൽ ആൻഡ് ബെയിൽമെൻറ്റ്, സെയിൽ ആൻഡ് മോർട്ടഗേജ്. ആദ്യം സെയിൽ ആൻഡ് ഹയർ പർച്ചേസ് എന്താണെന്ന് നോക്കാം. ഹയർ പർച്ചേസ് എന്ന് പറയുമ്പം ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റ് ഈസ് എ കോൺട്രാക്ട് വേർ ദ ബയ്യർ അക്വയേഴ്സ് ദ പൊസഷൻ ഓഫ് ഗുഡ്സ് ഇമ്മീഡിയറ്റ്ലി ആൻഡ് എഗ്രീസ് ടു പേ ദ ടോട്ടൽ ഹയർ പർച്ചേസ് പ്രൈസ് ഇൻ ഇൻസ്റ്റാൾമെൻറ്റ്. ഈ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നതോടുകൂടി തന്നെ സെല്ലറിൽ നിന്നും ബയ്യറിലേക്ക് ഗുഡ്സ് പാസ് ചെയ്യും. ഗുഡ്സിൻ്റെ പൊസഷൻ മാത്രമാണ് പാസ് ചെയ്യുന്ന, ഓണർഷിപ്പ് അല്ല. അപ്പോൾ ഗുഡ്സിൻ്റെ പൊസഷൻ കൈമാറ്റം ചെയ്യപ്പെടും. അതേസമയം പർച്ചേസ് പ്രൈസ്, ഹയർ പർച്ചേസ് പ്രൈസ് ഇൻസ്റ്റാൾമെൻറ്റുകളായിട്ട് പേ ചെയ്യുക എന്നുള്ളത് അവിടെ എഗ്രി ചെയ്യുകയും ചെയ്യും. അപ്പോൾ പ്രൈസ് പെട്ടെന്ന് പേ ചെയ്യുന്നില്ല, തവണകളായിട്ട് കിട്ടുള്ളൂ, പക്ഷേ ഗുഡ്സിൻ്റെ പൊസഷൻ കൈമാറ്റം ചെയ്യപ്പെടും. ഈച്ച് ഇൻസ്റ്റാൾമെൻറ്റ് ഈസ് ട്രീറ്റഡ് ആസ് ഹയർ ചാർജ് അണ്ടിൽ ദ പേയ്മെൻറ്റ് ഓഫ് ദ ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ്. അവസാനത്തെ ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്യുന്നത് വരേക്ക് അതിന് മുമ്പത്തെ എല്ലാ പേയ്മെൻറ്റിനെയും എല്ലാ ഇൻസ്റ്റാൾമെൻറ്റുകളെയും ജസ്റ്റ് ഹയർ ചാർജ് ആയിട്ട് മാത്രമാണ് ട്രീറ്റ് ചെയ്യുന്നത്. അവസാനത്തെ പേയ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ പിന്നെ ഓണർഷിപ്പ് ഓഫ് ദ ഗുഡ്സ് എന്ത് ചെയ്യും, സെല്ലറിൽ നിന്ന് ബയ്യറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അതുവരേക്ക് ബയ്യറിലേക്ക് പൊസഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ, ഓണർഷിപ്പ് ഉണ്ടാവില്ല. ഇനി എപ്പോഴെങ്കിലും ബയ്യർ ഇങ്ങനെ പേയ്മെൻറ്റ് വരുത്തുന്നതിൽ, ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്യുന്നതിൽ ഡിഫോൾട്ട് വരുത്തി കഴിഞ്ഞാൽ സെല്ലർക്ക് ആ ഗുഡ്സ് തിരിച്ചു വാങ്ങിക്കാവുന്നതാണ്. അതുവരെ കൊടുത്ത എമൗണ്ടുകളെ ഫോർഫീറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഹയർ ചാർജ് ആയിട്ട് മാത്രം അതിനെ കാണിക്കാവുന്നതാണ്. ഇനി മുഴുവൻ എങ്ങാനും ബയ്യർ പേ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ, ഡ്യൂ ഡേറ്റ് വരേക്കുള്ള മുഴുവൻ ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്തിട്ടുണ്ട് എങ്കിൽ സെല്ലർക്ക് തിരിച്ചു വാങ്ങിക്കാനുള്ള റൈറ്റില്ല, ഗുഡ്സ് ബയ്യർക്ക് കൊടുക്കേണ്ടതാണ്. ദെൻ സെയിലും ഹയർ പർച്ചേസും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണെന്ന് നോക്കാം. In case of sale, the contract can be made either orally or in writing. സെയിലിനകത്ത് കോൺട്രാക്റ്റ് നമുക്ക് ഓറലി ആവാം, റിട്ടേൺ ഫോം, രണ്ട് രീതിയിലാവാം. അതേസമയം ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റ് റിട്ടേൺ ഫോമിൽ മാത്രമേ പറ്റുള്ളൂ. ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് നമ്മളിപ്പോൾ പറഞ്ഞല്ലോ, സെയിലിനകത്ത് ആ ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്താൽ ഉടനെ തന്നെ സെല്ലറിൽ നിന്നും ബയ്യറിലേക്ക് ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. അതേസമയം ഹയർ പർച്ചേസിനകത്ത് അവസാനത്തെ ഇൻസ്റ്റാൾമെൻറ്റ് പേയ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷമേ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുള്ളൂ, അതുവരെയൊക്കെ പൊസഷൻ മാത്രമാണ് ട്രാൻസ്ഫർ ആവുന്നത്. ദെൻ ബയ്യറുടെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത്, സെയിൽസിൽ ബയ്യറുടെ പൊസിഷൻ എന്ന് പറയുന്നത് ഒരു ഓണറെ പോലെ തന്നെയാണ് അല്ലേ. ആ ഒരു കോൺട്രാക്ട് എൻ്റർ ചെയ്യുന്നതോടുകൂടി ഓണർഷിപ്പ് കൈമാറുന്നു, പിന്നെ ബയ്യർ അതിൻ്റെ ഓണറായി കഴിഞ്ഞു. ദെൻ ടെർമിനേഷൻ ഓഫ് കോൺട്രാക്റ്റ് അവസാനിപ്പിക്കൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
സെയിൽസിനകത്ത് ബയർക്ക് കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. ഹി ഈസ് ബൗണ്ട് ടു പേ ദ പ്രൈസ് ഓഫ് ദ ഗുഡ്സ് പർച്ചേസ്. ഒരിക്കലും സെയിൽസ് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തു, ഓണർഷിപ്പ് കൈമാറി കഴിഞ്ഞു, പിന്നീട് ബാക്കിയുള്ള പ്രൈസ് പേ ചെയ്തേ പറ്റുള്ളൂ, അതിന് ബാധ്യസ്ഥനാണ്. അതേസമയം ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റിനകത്ത് ഗുഡ്സ് തിരിച്ചു കൊടുത്തുകൊണ്ട് നമ്മുടെ ഹയർ പർച്ചേസർക്ക് ആ ഒരു കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്യാനുള്ള, അവസാനിപ്പിക്കാനുള്ള അവകാശമുണ്ട്. പിന്നീട് അങ്ങോട്ടുള്ള ഇൻസ്റ്റാൾമെൻറ്റുകൾ അയാൾ പേ ചെയ്യേണ്ടി വരില്ല. അതുപോലെ തന്നെ നമ്മൾ ഓരോ ഇൻസ്റ്റാൾമെൻറ്റ് കൊടുക്കുന്ന സമയത്ത്, അതായത് പ്രൈസ് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് പേ ചെയ്യുന്നതെങ്കിൽ സെയിൽസിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അങ്ങനെ പേ ചെയ്യാവുന്നതാണ്. അങ്ങനെയുള്ള ഓരോ പേയ്മെൻറ്റും ഓരോ ഇൻസ്റ്റാൾമെൻറ്റും നമ്മളതിൻ്റെ ആ ഗുഡ്സിൻ്റെ പ്രൈസ് പേ ചെയ്യുന്നതായിട്ടാണ് കൂട്ടുക. അപ്പോൾ 1000 രൂപേൻ്റെ ഒരു ഗുഡ്സ് അത് നമ്മൾ 4 തവണയായിട്ടാണ് കൊടുക്കുന്നത്. അതിലൊരു 250 രൂപ ആദ്യം കൊടുത്തു, പിന്നെ ഒരു 250 കൊടുത്തു. ആ ഓരോന്നും അതിൻ്റെ പ്രൈസിലേക്കുള്ള അടവായിട്ടാണ് കൂട്ടുക. ഇത് നമ്മൾ ഡീഫോൾട്ട് വരുത്തി കഴിഞ്ഞാലും 500 രൂപ 2 തവണ കൊടുത്തിട്ടുണ്ടെങ്കിൽ 500 രൂപ പ്രൈസ് കൊടുത്ത പോലെയാണ് ട്രീറ്റ് ചെയ്യുക. അതേസമയം ഹയർ പർച്ചേസിനകത്ത് ഓരോ ഇൻസ്റ്റാൾമെൻറ്റിനെയും ജസ്റ്റ് ഹയർ ചാർജ് ആയിട്ടേ കൂട്ടുള്ളൂ. അത് മുഴുവനാകുന്ന സമയത്ത്, ഇപ്പോൾ ഇവിടെ 1000 രൂപ തികയുമ്പോൾ മാത്രമാണ് അത് പ്രൈസിൻ്റെ പേയ്മെൻ്റ് ആയിട്ട് കൂട്ടുള്ളൂ. അപ്പോൾ ഇടയ്ക്ക് ഡീഫോൾട്ട് വരുത്തി കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു നഷ്ടം സംഭവിക്കും എന്നുള്ളതാണ്. ബ്രീച്ച് ഓഫ് ബയർ കോൺട്രാക്റ്റ് ബ്രീച്ച് ചെയ്യുകയാണെങ്കിൽ, അപ്പം ഇഫ് ദ ബയർ കമ്മിറ്റ്സ് ദ ഡീഫോൾട്ട് ദ സെല്ലർ ക്യാൻ ഈദർ സ്യൂ ഫോർ ദ പ്രൈസ്. ഒന്നെങ്കിൽ ആ ഒരു പ്രൈസിന് വേണ്ടി കേസ് കൊടുക്കാം, ഓർ എക്സൈസ് ദ റൈറ്റ് ഓഫ് ലീൻ. ചിലപ്പോൾ ഓണർഷിപ്പ് കൈമാറിയിട്ടുണ്ടാവും തന്നെയുള്ള, ഗുഡ്സിൻ്റെ പൊസഷൻ ചിലപ്പോൾ കൈമാറിയിട്ടുണ്ടാവില്ല. അപ്പം അന്നേരത്തെ ലീൻ റൈറ്റ് എക്സൈസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സ്റ്റോപ്പേജ് ഇൻ ട്രാൻസിറ്റ്, നമ്മൾ ആ ഗുഡ്സ് സെൻഡ് ചെയ്ത് അങ്ങോട്ട് എത്തുന്നതിന് മുമ്പുള്ള ആ ഒരു അവസ്ഥയാണ് നമ്മൾ പറയുന്നത്, അവിടെ സ്റ്റോപ്പ് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യാവുന്നതാണ്. അതേസമയം ഹയർ പർച്ചേസിനകത്ത് നമ്മുടെ ഹയറർ ഡീഫോൾട്ട് വരുത്തുകയാണ്, പേയ്മെൻറ്റ് നടത്തുന്നത് ഡീഫോൾട്ട് വരുത്തുകയാണെങ്കിൽ സെല്ലർക്ക് എന്ത് ചെയ്യാം, ആ ഗുഡ്സ് തിരിച്ചു വാങ്ങിക്കാം. അതുവരെയുള്ള ഹയർ ചാർജ്, അതുവരെയുള്ള ഇൻസ്റ്റാൾമെൻറ്റുകൾ ഫോർഫീറ്റ് ചെയ്തിട്ട് അതിനെ ഹയർ ചാർജ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. ഇനി ബയ്യർ എങ്ങാനും ഇൻസോൾവെൻ്റ് ആവുകയാണെങ്കിലോ, സെയിലിനകത്ത് ബയ്യർ ഇൻസോൾവെൻ്റ് ആവുകയാണ്, ഇനി പ്രൈസ് പേ ചെയ്യുന്നതിന് മുമ്പ് ഇൻസോൾവെൻ്റ് ആവുകയാണെങ്കിൽ കൂടിയും ആ കോൺട്രാക്റ്റ് വരുന്നതോടുകൂടി തന്നെ ഗുഡ്സിൻ്റെ ഓണർഷിപ്പ് മാറിക്കഴിഞ്ഞു, ബയ്യർ അതിൻ്റെ ഓണർ ആയിട്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ബയ്യർക്ക് വേണ്ടി നിൽക്കുന്ന ഒഫീഷ്യൽ റിസീവർക്കോ അസൈനിക്കോ ആ ഗുഡ്സ് പിന്നെ ഡിമാൻഡ് ചെയ്യാവുന്നതാണ് സെല്ലറിൻ്റെ അടുത്ത് നിന്നും. കാരണം അയാൾ ഓണർഷിപ്പ് അയാളിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, പാസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അതേസമയം ഹയർ പർച്ചേസിനകത്ത് അങ്ങനെ ഒരു ഗുഡ്സ് ഓണർഷിപ്പ് പാസ് ചെയ്യുന്നില്ല. ഇഫ് ദ ഹയർ ബിക്കം ഇൻസോൾവെൻറ്റ് ബിഫോർ പേയിങ് ദ ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്യുന്നതിന് മുമ്പ് ഇൻസ്റ്റാൾമെൻറ്റ് ആവുകയാണെങ്കിൽ ദ ട്രൂ ഓണർ ഓഫ് ദ ഗുഡ്സ് ഹാസ് എ റൈറ്റ് ടു ക്ലെയിം ബാക്ക് ദ ഗുഡ്സ്. യഥാർത്ഥ ഓണർക്ക് എന്ത് ചെയ്യാം, ഗുഡ്സ് തിരിച്ചു കൊണ്ടുപോകാം ഫ്രം ദ ഒഫീഷ്യൽ റിസീവർ ഓർ അസൈനി. ആ ബയ്യറുടെ റിസീവറോ അസൈനി ആരൊക്കെ അവരിടുന്നത് വാങ്ങിയിട്ട് പോകാവുന്നതാണ്. ദെൻ റൈറ്റ് ടു റീസെയിൽ. ഇൻ സെയിൽ ദ ബയർ ഹാസ് റൈറ്റ് ടു റീസെയിൽ ദ ഗുഡ്സ് ആസ് പെർ ഹിസ് ഓപ്ഷൻ. സെയിലിനകത്ത് ബയ്യർക്ക് അയാളുടെ താല്പര്യപ്രകാരം അതിനെ റീസെയിൽ ചെയ്യാവുന്നതാണ്. പക്ഷേ ഹയർ പർച്ചേസിനകത്ത് ദ ബയർ ഹാസ് നോ സച്ച് റൈറ്റ് അണ്ടിൽ ഹി പേയ്സ് ദ ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് ഓഫ് ദ പ്രൈസ് ഓഫ് ഗുഡ്സ്. ബയ്യർ സെയിൽസിനകത്ത് ബയ്യർ ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് അതിൻ്റെ മുഴുവൻ പ്രൈസ് പേ ചെയ്യുന്നതിന് മുമ്പ് തന്നെ അയാൾ അതിൻ്റെ ഓണർ ആയി കഴിഞ്ഞതുകൊണ്ട് അയാൾക്ക് എന്ത് ചെയ്യാം, അത് മറിച്ച് വിൽക്കാനുള്ള ഒരു അവസരമുണ്ട്. അതേസമയം ഹയർ പർച്ചേസിനകത്ത് ഓണർഷിപ്പ് കൈമാറ്റം ചെയ്യപ്പെടാത്തതുകൊണ്ട് തന്നെ മുഴുവൻ പ്രൈസും പേ ചെയ്യാതെ അതൊന്ന് റീസെയിൽ ചെയ്യാൻ പറ്റില്ല. കാരണം അത് മുഴുവൻ പേ ചെയ്യുമ്പോൾ അയാൾ ഓണർ ആവുന്നുള്ളൂ എന്നുള്ളത് കൊണ്ടാണ്. ദെൻ മറ്റൊന്ന് ഡിഫറൻസ് ബിറ്റ്വീൻ സെയിൽ ആൻഡ് ബെയിൽമെൻറ്റ് എന്താണെന്ന് നോക്കാം. ബെയിൽമെൻറ്റ് എന്താണെന്ന് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ടൊരു ചാപ്റ്ററിൽ പഠിച്ചു കഴിഞ്ഞാണ്, ജസ്റ്റ് ആ ഡിഫറൻസ് മാത്രം നോക്കേണ്ടേ ഉള്ളൂ. നമ്മൾ സെയിലിനകത്ത് ഗുഡ്സിൻ്റെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യും അല്ലേ, സെല്ലറിൽ നിന്ന് ബയറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ബെയിൽമെൻറ്റിനകത്തോ ഓൺലി പൊസഷൻ ഓഫ് ദ ഗുഡ്സ് ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രം ദി ബെയിലർ ടു ദി ബെയിലി. ഗുഡ്സിൻ്റെ പൊസഷൻ മാത്രമാണ് ബെയിലറിൽ നിന്ന് ബെയിലിയിലേക്ക് പോകുന്നത്. ദെൻ യൂസ് ഓഫ് ഗുഡ്സ്. ഇൻ സെയിൽ ദ ബയർ ക്യാൻ യൂസ് ദ ഗുഡ്സ് ഇൻ എനി വേ ഹി ലൈക്സ്. സെയിൽസിനകത്ത് ബയർ അതിൻ്റെ ഓണറായി കഴിഞ്ഞു അല്ലേ, അപ്പോൾ അയാൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ആ ഗുഡ്സ് ഉപയോഗിക്കാം. പക്ഷേ ബെയിൽമെൻറ്റിനകത്ത് സെയിൽസിനകത്ത് ദ സെല്ലർ ക്യാൻ ഗെറ്റ്സ് ദ പ്രൈസ് ഓഫ് ഗുഡ്സ് ആൻഡ് ദർ ഇസ് നോ ക്വസ്റ്റൻ ഓഫ് റിട്ടേണിംഗ് ഓഫ് ഗുഡ്സ് ഇൻ സെയിൽ. ഈ സെയിൽസ് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്ത് ഗുഡ്സിൻ്റെ ഓണർഷിപ്പും പൊസഷനും അങ്ങോട്ട് കൈമാറും, തിരിച്ചിങ്ങോട്ട് ഗുഡ്സിൻ്റെ പ്രൈസും കിട്ടും. അപ്പോൾ പിന്നീട് ആ ഗുഡ്സ് തിരിച്ചു വരിക അല്ലെങ്കിൽ തിരിച്ച് കിട്ടണം എന്ന് പറയുന്ന ഒരു സംഭവം സെയിൽസിനകത്ത് വരുന്നില്ല. അതേസമയം ബെയിൽമെൻറ്റിനകത്ത് ദ പാർട്ടി ഡെലിവറിങ് ദ ഗുഡ്സ് ഈസ് എൻറ്റൈറ്റിൽഡ് ടു ഗെറ്റ് ബാക്ക് വാട്ട് ഹി ഹാസ് ഡെലിവേർഡ്. നമ്മൾ ആ ഒരു കൈമാറിയ വ്യക്തി ആരാണോ അവർ എന്ത് വസ്തുവാണോ കൈമാറിയത് അത് തിരിച്ചു കിട്ടാൻ, ആ ഒരു പർപ്പസ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം തിരിച്ചു കിട്ടാനുള്ള റൈറ്റ് നമ്മുടെ ബെയിൽമെൻറ്റിനകത്തുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സെയിൽസിനകത്ത് കൺസിഡറേഷൻ എന്ന് പറയുന്നത് ദ പ്രൈസ് ഇൻ ടേംസ് ഓഫ് മണി ഈസ് ദ കൺസിഡറേഷൻ ഇൻ സെയിൽ. സെയിൽസിനകത്ത് കൺസിഡറേഷൻ എന്ന് പറയുന്നത് പ്രൈസാണ്.
അതേസമയം whereas in bailment the consideration is an undertaking to return the goods after the accomplishment of purpose. പർപ്പസ് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം ആ ഗുഡ്സ് റിട്ടേൺ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അണ്ടർടേക്കിംഗ്, ആ ഉറപ്പാണ് വെയിൽമെൻറ്റിനകത്ത് കൺസിഡറേഷൻ. അതിലെ ലാസ്റ്റ് വൺ സെയിൽ ആൻഡ് മോർട്ടഗേജ്. തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് മോർട്ടഗേജ് എന്താണെന്ന് മനസ്സിലാക്കി നോക്കാം. Mortgage is an important method of creating charge on immobile properties like land and building while granting loans and advances to borrowers. ബോറോവേഴ്സിന് ലോണുകളോ അല്ലെങ്കിൽ അഡ്വാൻസ് ഗ്രാൻഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സെക്യൂരിറ്റി ആയിക്കൊണ്ട് നമ്മൾ ലാൻഡ്, ബിൽഡിംഗ് പോലത്തെ ഇമ്മോബിൾ പ്രോപ്പർട്ടിയിൽ ഒരു ചാർജ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് മോർട്ടഗേജ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ലോണൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും ഒരു നമ്മളെ ലാൻഡിൻ്റെയോ ഒക്കെ നമ്മൾ അവിടെ സെക്യൂരിറ്റി ആയി കൊടുത്തിട്ടാണ് നമ്മൾ ലോൺ എടുക്കുന്നത് അല്ലേ. അപ്പം അത്തരത്തിലുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുക, മോർട്ടഗേജ് എന്ന് പറയാം. ദെൻ സെക്ഷൻ 8 ഓഫ് ദി ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് 82 ഇതിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. നോക്കാം. എ മോർട്ടഗേജ് ഈസ് ദ ട്രാൻസ്ഫർ ഓഫ് ആൻ ഇൻട്രസ്റ്റ് ഇൻ സ്പെസിഫിക് ഇമ്മോബിൾ പ്രോപ്പർട്ടി. ഒരു ഇമ്മോബിൾ പ്രോപ്പർട്ടിയിൽ ഉള്ള ഇൻട്രസ്റ്റിനെ ട്രാൻസ്ഫർ ചെയ്യലാണ് മോർട്ടഗേജ്. എന്തിനു വേണ്ടിയിട്ട്? ഫോർ ദി പർപ്പസ് ഓഫ് സെക്യൂറിങ് ദ പേയ്മെൻറ്റ് ഓഫ് മണി അഡ്വാൻസ്ഡ് or to be advanced by way of loan an existing or future debt. നമ്മൾ അഡ്വാൻസ് ചെയ്ത പണത്തിൻ്റെ പേയ്മെൻറ്റ് അല്ലെങ്കിൽ ലോൺ മുഖാന്തരം അഡ്വാൻസ് ചെയ്തേക്കാവുന്ന പണത്തിൻ്റെ പേയ്മെൻറ്റ് നിലവിലുള്ള അല്ലെങ്കിൽ ഫ്യൂച്ചർ ഡെറ്റിൻ്റെ പേയ്മെൻറ്റ് ആണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്. അത് സെക്യൂർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓർ ദി പെർഫോമൻസ് ഓഫ് ആൻ എൻഗേജ്മെൻറ്റ് വിച്ച് മേ ഗിവ് റൈസ് ടു എ പെക്യൂനിയറി ലയബിലിറ്റി. പെക്യൂനിയറി മീൻസ് സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും ഒരു എൻഗേജ്മെൻറ്റിൻ്റെ പെർഫോമൻസ് ഉറപ്പുവരുത്തുന്നതിനൊക്കെ വേണ്ടിയിട്ട്, സെക്യൂർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇമ്മോബിൾ പ്രോപ്പർട്ടിയുമുള്ള ഇൻട്രസ്റ്റ് മറ്റൊരാൾക്ക് കൈമാറുന്നതിനെയാണ് മോർട്ടഗേജ് എന്ന് പറയും. ദ പേഴ്സൺ ഹു ട്രാൻസ്ഫേഴ്സ് ദ ഇൻട്രസ്റ്റ് ഇൻ സ്പെസിഫിക് ഇമ്മോബിൾ പ്രോപ്പർട്ടി, ആ പ്രോപ്പർട്ടിയുമുള്ള ഇൻട്രസ്റ്റ് കൈമാറുന്ന വ്യക്തിയെ നമുക്ക് മോർട്ടഗേജർ എന്ന് പറയാം. ദ പേഴ്സൺ ടു ഹൂം സച്ച് ഇൻട്രസ്റ്റ് ഈസ് ട്രാൻസ്ഫേർഡ്, ആർക്കാണോ കൊടുത്തത് അയാളെ നമുക്ക് മോർട്ടഗേജ് എന്ന് വിളിക്കാം. ദ അഡ്വാൻസ് മണി ഇൻ റെസ്പെക്ട് ഓഫ് വിച്ച് മോർട്ടഗേജ് ഈസ് ഇഫക്റ്റഡ്, ഈ മോർട്ടഗേജ് പ്രാബല്യത്തിൽ വന്ന നിലവിൽ വന്ന ഇതിന് കാരണമായിട്ടുള്ള അഡ്വാൻസ്ഡ് മണി, ആ പണത്തെ നമുക്ക് മോർട്ടഗേജ് മണി എന്ന് പറയാം. ആൻഡ് ദ ഇൻസ്ട്രുമെൻറ്റ് ബൈ വിച്ച് മോർട്ടഗേജ് ഈസ് ക്രിയേറ്റഡ്, മോർട്ടഗേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ ഒരു ഡീഡിന്, ആ ഇൻസ്ട്രുമെൻറ്റിന് നമുക്ക് മോർട്ടഗേജ് ഡീഡ് എന്ന് പറയാം. ആ ഒരു കോൺട്രാക്റ്റിന് നമുക്ക് മോർട്ടഗേജ് ഡീഡ് എന്ന് പറയാം. ഇതിനകത്ത് തമ്മിലുള്ള ഡിഫറൻസസ് ഒക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. ട്രാൻസ്ഫർ ഓഫ് പൊസഷൻ. സെയിൽസിനകത്ത് ഓണർഷിപ്പാണ് പൂർണ്ണമായിട്ടും ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത് സെല്ലറിൽ നിന്നും ബയ്യറിലേക്ക്. നമ്മൾ കുറേയായിട്ട് പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ മോർട്ടഗേജിനകത്ത് വെയിൽമെൻറ്റിനെയൊക്കെ പോലെ തന്നെയെന്ന് പറയാം. ഓൺലി ദ പൊസഷൻ ഈസ് ട്രാൻസ്ഫേർഡ് ആൻഡ് ഓണർഷിപ്പ് ട്രാൻസ്ഫർ ഈസ് ഓൺലി ഓഫ് എ ലിമിറ്റഡ് ഇൻട്രസ്റ്റ്. പൊസഷൻ മാത്രമാണ് കൈമാറുന്നത്, ഒരു ചെറിയൊരു ലിമിറ്റഡ് ഇൻട്രസ്റ്റ് വരെയൊക്കെ മാത്രമേ ഓണർഷിപ്പ് കൈമാറുള്ളൂ. ദെൻ ബയ്യർ ബിക്കംസ് അബ്സല്യൂട്ട് ഓണർ ഓഫ് ഗുഡ്സ് ഇൻ സെയിൽ. സെയിൽ നടന്നു കഴിഞ്ഞാൽ ബയ്യർ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഓണർ ആയി കഴിഞ്ഞു. അതേസമയം വേറാസ് ഓണർഷിപ്പ് ഓഫ് ഗുഡ്സ് റിമൈൻസ് വെസ്റ്റഡ് ഇൻ മോർട്ടഗേജർ ഇൻ മോർട്ടഗേജ് നടക്കുന്ന സമയത്ത് മോർട്ടഗേജർ ആരാണോ ഗുഡ്സിൻ്റെ ഓണർഷിപ്പ് അല്ലെങ്കിൽ ഇതിൻ്റെ ഇൻട്രസ്റ്റ് കൈമാറുന്നത് അവരെയാണ് മോർട്ടഗേജർ നമ്മൾ പറഞ്ഞു. അത് സെക്യൂരിറ്റി ആയിട്ട് സാധനം കൊടുക്കുന്ന ആൾ, അവരിൽ തന്നെ അതിൻ്റെ ഓണർഷിപ്പ് നിലനിൽക്കും. പൊസഷൻ മാത്രമേ കൈമാറുന്നുള്ളൂ. കൺസിഡറേഷൻ ഇൻ സെയിൽസിനകത്ത് കൺസിഡറേഷൻ എന്ന് പറയുന്നത് പ്രൈസാണ്. അതേസമയം മോർട്ടഗേജിനകത്ത് കൺസിഡറേഷൻ എന്ന് പറയുന്നത് ഈസ് അഡ്വാൻസ് ഓഫ് ലോൺ ആൻഡ് സെക്യൂറിങ് ദ ഡെപ്റ്റ്. ലോൺ ഒരു ഭാഗത്തുനിന്ന് ലോൺ അഡ്വാൻസ് ആയിട്ട് കൊടുക്കുക എന്നുള്ളതും മറ്റ് ആ ഡെറ്റിനെ സെക്യൂർ ചെയ്യുക എന്നുള്ളതാണ് അവിടുത്തെ കൺസിഡറേഷനായിട്ട് വരുന്നത്. ദെൻ ഡോക്യുമെന്റ് ഓഫ് ടൈറ്റിൽ ടു ഗുഡ്സ്. ഡോക്യുമെന്റ് ഓഫ് ടൈറ്റിൽ ടു ഗുഡ്സ് ഈസ് എ പ്രൂഫ് ഓഫ് ഓണർഷിപ്പ് ഓഫ് ദ ഗുഡ്സ്. ഗുഡ്സിന്റെ ഓണർഷിപ്പ് കാണിക്കുന്ന അതിൻ്റെ പ്രൂഫാണ് എന്ത്? ഡോക്യുമെന്റ് ഓഫ് ടൈറ്റിൽ ടു ഗുഡ്സ് എന്ന് പറയുന്നത്. ഗുഡ്സിന്റെ ഉടമസ്ഥാവകാശം കാണിക്കുന്ന ഡോക്യുമെന്റ്. ഓക്കെ. ഇറ്റ് എനേബിൾസ് ദ ഹോൾഡർ ടു റിസീവ് ദ ഗുഡ്സ് മെൻഷൻ ദെയറിൻ. അതിനകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്ന ഗുഡ്സ് റിസീവ് ചെയ്യുന്നതിന്, അത് കൈവശം വെക്കുന്നതിന് അത് ഹോൾഡറെ എന്ത് ചെയ്യുന്നു? എനേബിൾ ചെയ്യിക്കുന്നു. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഓർ ടു ഫർദർ ട്രാൻസ്ഫർ സച്ച് റൈറ്റ് ടു അനദർ പേഴ്സൺ ബൈ പ്രോപ്പർ എൻഡോഴ്സ്മെന്റ് ഓർ ഡെലിവറി. പ്രോപ്പർ ആയിട്ടുള്ള എൻഡോഴ്സ്മെന്റിലൂടെ ഡെലിവറിയിലൂടെ ആ അവകാശം മറ്റൊരു വ്യക്തിയിലേക്ക് കൈമാറുന്നതിനും എല്ലാം സഹായിക്കുന്നത് ഏതാണ്? ഈ ഒരു ഡോക്യുമെന്റ് ഓഫ് ടൈറ്റിൽ ടു ഗുഡ്സ് എന്ന് പറയുന്ന സംഭവമാണ്. നമ്മളിപ്പോൾ ഒരു ലാൻഡ് കൈവശം ഉണ്ടെങ്കിൽ അതിന്റെ ആധാരം നമ്മുടെ കയ്യിലുണ്ടാവും അല്ലെ, അതെന്താണ്? ഡോക്യുമെന്റ് ഓഫ് ടൈറ്റിൽ ടു ഗുഡ്സ് ആണ്. ദെൻ ഏണസ്റ്റ് മണി. Money deposited with the seller by the buyer as a security for due fulfillment of the contract is called earnest or deposit.
നമ്മളുടെ ഈ ഒരു കോൺട്രാക്റ്റ് കൃത്യമായിട്ട് ഫുൾഫില്ല് ചെയ്യാമെന്ന് അല്ലെങ്കിൽ അതിൻ്റെ പൂർത്തീകരണം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു സെക്യൂരിറ്റി ആയിക്കൊണ്ട് ബയ്യർ സെല്ലറുടെ അടുത്ത് ഡെപ്പോസിറ്റ് ചെയ്യുന്ന പണമാണ് എന്ത് ഏണസ്റ്റ് മണി എന്ന് പറയുന്നത്. അതായത് ബയ്യറുടെ ഭാഗത്തു നിന്നുള്ള പെർഫോമൻസ് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഏണസ്റ്റ് മണി ഈസ് ഈതർ റിട്ടേൺ, അതൊന്നുകിൽ എന്ത് ചെയ്യും, തിരിച്ചു കൊടുക്കും, ഓർ അഡ്ജസ്റ്റഡ് അഗെയിൻസ്റ്റ് ദ പ്രൈസ്, അല്ലെങ്കിൽ അതിൻ്റെ പ്രൈസ് പിന്നീട് പേ ചെയ്യുമല്ലോ, ആ ഒരു പ്രൈസിലേക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യും. ഇഫ് ദ കോൺട്രാക്ട് ഈസ് പ്രോപ്പർലി പെർഫോംഡ്, കോൺട്രാക്ട് പ്രോപ്പർലി പെർഫോം ചെയ്യുകയാണെങ്കിൽ. ഇഫ് ദ ബയർ ഈസ് ഫോൾട്ടി ഇൻ പെർഫോമിംഗ് ദ കോൺട്രാക്ട്, ആ ഒരു കോൺട്രാക്ട് പെർഫോം ചെയ്യുന്നതിൽ ബയറുടെ അടുത്ത് മിസ്റ്റേക്ക് വന്നാലോ, ദ ഏണസ്റ്റ് മണി ഈസ് ഫോർഫീറ്റഡ് ബൈ ദ സെല്ലർ, സെല്ലർ ആ ഒരു ഏണസ്റ്റ് മണി ഫോർഫീറ്റ് ചെയ്യും. അതായത് അയാളത് എടുക്കും, അത് തിരിച്ചു കൊടുക്കുകയോ അതിന്മേൽ മറ്റുള്ള കാര്യങ്ങൾ നടക്കുകയോ ചെയ്യില്ല. Then at the non-performance of the contract due to the fault of none or that of the seller. ഇപ്പോൾ ഈ പറഞ്ഞ രണ്ടുപേരുടെയും മിസ്റ്റേക്ക് കൊണ്ടല്ല കോൺട്രാക്ട് നടക്കാതെ പോയത്, അല്ലെങ്കിൽ സെല്ലറുടെ മിസ്റ്റേക്ക് കൊണ്ട് നടക്കാതെ പോകലും ഉണ്ടാവാം. അങ്ങനെയാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല, ബയ്യർക്ക് ആ ഒരു ഏണസ്റ്റ് മണി തിരിച്ച് ലഭിക്കുന്നതാണ്. അപ്പോൾ ബയ്യറുടെ ഭാഗത്തു നിന്നുള്ള പെർഫോമൻസ് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ സെക്യൂരിറ്റി ആയിട്ട് പണം ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. ഇതിനെ പറയുന്ന പേരാണ് ഏണസ്റ്റ് മണി എന്നുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് കണ്ടീഷൻസ് ആൻഡ് വാറണ്ടീസ് ഒക്കെയാണ് മനസ്സിലാക്കാനുള്ളത്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ടിൽ ദെൻ, ഇത് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.